പത്തനംതിട്ടയിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചെന്ന് പരാതി. ഗ്രിൽഡ് ചിക്കൻ കടയിലെ ജീവനക്കാരനായ അദ്വൈതിനാണ് മർദ്ദനമേറ്റത്. കടയുടമയുടെ സുഹൃത്തായ രഞ്ജിത്തും കൂട്ടാളികളും ചേർന്നാണ് അദ്വൈതിനെ ആക്രമിച്ചത്. ചിക്കൻ വിഭവങ്ങൾ വീട്ടിലെത്തിക്കാൻ പറഞ്ഞത് നിരസിച്ചതിനായിരുന്നു ആക്രമണം. സംഘർഷത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ശ്രീരാജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീരാജ്, അതിക്രൂരമായ മർദ്ദനമാണ് ഏറ്റത്. ഈ സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടോ? എന്താണ് പോലീസ് സംബന്ധിച്ച് പറയുന്നത്? രജീഷ്, നിലവിൽ അദ്വൈത് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ പകൽ മുതൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇരുവരും തമ്മിലുണ്ട്. ചിക്കൻ വിഭവങ്ങൾ വീട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഈ കടയിലെ ജീവനക്കാരനായ അദ്വൈതും പുറത്തു നിന്ന് എത്തിയവരും തമ്മിലുണ്ടായിരുന്നു. പിന്നീട് വൈകിട്ടോടെ അത് പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പാവുകയും ചെയ്തതാണ്. പിന്നീട് രാത്രി 9 മണിയോടുകൂടിയായിരുന്നു ഇവർ സംഘം ചേർന്ന് കടയിലേക്ക് എത്തുകയും അദ്വൈതുമായി വാക്കുതർക്കത്തിൽ ആദ്യഘട്ടത്തിൽ ഏർപ്പെടുകയും ചെയ്തത്. പിന്നീട് തുടർന്ന് സംഘർഷമാവുകയായിരുന്നു. അതിക്രൂരമായ മർദ്ദനമാണ് അദ്വൈതിനെ ഏറ്റിട്ടുള്ളത്. എന്തായാലും നിലവിൽ പോലീസിൽ പരാതി നൽകി നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനൊരുങ്ങുകയാണ് അദ്വൈത്. പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന ഗ്രിൽഡ് ചിക്കൻ കടയിലെ ജീവനക്കാരനാണ് അദ്വൈത്. ആ കടയുടെ തന്നെ ഉടമയുടെ ഒരു സുഹൃത്തും അതുപോലെ തന്നെ സുഹൃത്തിൻ്റെ ഉണ്ടായിരുന്ന ആളുകളും ചേർന്നാണ് ഇത്തരത്തിൽ ഒരു സംഘർഷത്തിൽ ഏർപ്പെട്ടത്, അല്ലെങ്കിൽ ഈ അദ്വൈതിനെ മർദ്ദിച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയോടുകൂടിയാണ് ഈ ചിക്കൻ വിഭവങ്ങൾ വീട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓർഡർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചില തർക്കങ്ങൾ അദ്വൈതുമായി ഉണ്ടാകുന്നത്. പിന്നീട് അത് ഈ കട ഉടമയടക്കം സംസാരിച്ച് അത് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തിരുന്നുവെന്നാണ് അദ്വൈത് പറയുന്നത്. പിന്നീട് രാത്രിയോട് ഒരു 9-9:30 കൂടിയാണ് ഇവർ 3 പേരും രഞ്ജിത്തും സുഹൃത്തുക്കളും ചേർന്ന് ഈ കടയിലേക്ക് എത്തുകയും അദ്വൈതിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തത്. മർദ്ദനത്തിൽ ശരീരമാസകലം പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനമാണ് അദ്വൈതിനെ ഏറ്റിട്ടുള്ളത് എന്നാണ് അദ്വൈത് പറയുന്നത്. എന്തായാലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. പോലീസിൽ പരാതി നൽകാൻ ആണ് നിലവിൽ തീരുമാനം. പോലീസ് സ്റ്റേഷനിലെത്തി പരാതി അടക്കം നൽകിയിരിക്കുകയാണ് അദ്വൈത്. രജീഷ്. ശരി ശ്രീരാജ്.